വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാളിന്റെ വാർത്താ സമ്മേളനമാണ് നടക്കുന്നത്. ഇന്ത്യ US വ്യാപാര കരാറിൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വിശദീകരണമാണ് ഇക്കാര്യത്തിൽ വരുന്നത്. PR സുനിലുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. PR സുനിൽ, ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു നീക്കം എന്നുള്ളത് പറഞ്ഞാണ് തുടങ്ങുന്നത്. പക്ഷേ എന്തൊക്കെ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് റഷ്യയുടെ കാര്യത്തിലൊന്നും വ്യക്തത വരുത്താതെയുള്ള ഒരു വാർത്താ സമ്മേളനമാണ് ഇതിനോടകം നടത്തിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? ശ്രുതി, ഇത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പതിവ് വാർത്താ സമ്മേളനമാണ്. ഈ വാർത്താ സമ്മേളനത്തിൽ ഇപ്പോൾ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിനെ കുറിച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ ഇക്കാര്യത്തിൽ പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തിയിട്ടുണ്ട്, പാർലമെന്റിലും പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതലൊന്നും പറയാനില്ല എന്നാണ് കേന്ദ്ര വിദേശകാര്യ വക്താവ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. വെനസ്വേലയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്ന കാര്യത്തിലുള്ള ചോദ്യവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പ്രതികരണം എന്നത് 2020 വരെ ഇന്ത്യയിലെ എണ്ണ കമ്പനികൾ വെനസ്വേലയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യണോ എന്ന കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കുന്നത് ഇന്ത്യയിലെ എണ്ണ കമ്പനികളാണ്. അപ്പോൾ ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യത്തിനായി അത്തരം തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഏതായാലും ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ കേന്ദ്ര വിദേശകാര്യ വക്താവ് വ്യക്തമാക്കുന്നില്ല. അക്കാര്യത്തിൽ കേന്ദ്ര വാണിജ്യമന്ത്രി നടത്തിയിട്ടുള്ള പ്രസ്താവനയ്ക്കപ്പുറം ഒന്നും പറയാനില്ല എന്നാണ് അദ്ദേഹം ഇപ്പോൾ വിശദീകരിക്കുന്നത്. ഓക്കെ, ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിനെ കുറിച്ച് വാണിജ്യമന്ത്രി പറഞ്ഞതിനപ്പുറം ഒന്നും പറയാനില്ല എന്നുകൂടി തന്നെയാണ് വിശദമാക്കുന്നത്. ഒപ്പം റഷ്യൻ എണ്ണ ഇറക്കുമതി നിർത്തിയോ എന്ന അതിലടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തിയിട്ടില്ല. കാര്യങ്ങളൊന്നും പറയുന്നില്ല. വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാളിന്റെ വാർത്താ സമ്മേളനമാണ് ഇപ്പോൾ നടക്കുന്നത്. വിശദാംശങ്ങളാണ് PR സുനിൽ നൽകിയത്.